കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന്റെ അസഭ്യ പ്രയോഗത്തിൽ വി ഡി സതീശന് കടുത്ത അമർഷം. പരാതിയും വിവാദവും കടുത്തതോടെ ഹൈക്കമാൻഡ് ഇടപെടൽ. തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും വി ഡി സതീശൻ പ്രത്യേകമായാണ് മാധ്യമങ്ങളെ കണ്ടത്. മുതിർന്ന നേതാക്കൾക്കിടയിലെ പോര് മറ്റു നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും നീരസമുണ്ടാക്കിയിട്ടുണ്ട്. അസഭ്യപ്രയോഗം വിവാദമായതോടെ നേരിട്ടിടപെട്ട് ഹൈക്കമാൻഡ് നേതാക്കളെ ഓർമ്മിപ്പിച്ചത് കേരളത്തിലെ പാർട്ടി സ്ഥിതി. അണികളെ ഒരുമിച്ച് നിർത്തേണ്ട സമയത്ത് അടി തുടർന്നാലുള്ള തിരിച്ചടിയും ബോധ്യപ്പെടുത്തി. ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാൻ നിർദ്ദേശം നൽകിയെങ്കിലും വി ഡി സതീശൻ അതൃപ്തി പരസ്യമാക്കി വിട്ടുനിന്നു. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറേയായിട്ട്. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് നേതാക്കൾക്കൊപ്പം സതീശൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ട് സുധാകരേട്ടന് തന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആളെ കാണാതെ അപ്പൊ പ്രസിഡന്റ് ചോദിച്ചു ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇത് നമ്മൾ സഹപ്രവർത്തകർ നമ്മൾ പറയണല്ലേ. അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദര പോലുള്ള ഒരാളാണ്. ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. ജ്യേഷ്ഠ സഹോദര ബന്ധം എന്നൊക്കെ ഇരുവരും ആവർത്തിക്കുന്നുണ്ടെങ്കിലും കാലങ്ങളായുള്ള പോര് ഒരിക്കൽ കൂടി മറനീക്കി പുറത്തുവരികയായിരുന്നു. വസ്തുതകൾ വ്യക്തമാക്കിയുള്ള ഹൈക്കമാൻഡ് ഇടപെടൽ വീണ്ടും പോരിന് താൽക്കാലിക ഇടവേള നൽകിയെന്ന് മാത്രം. ഇപ്പോൾ നൽകിയത് തൊലിപ്പുറത്തെ ചികിത്സയാണെന്നും ദേശീയ നേതൃത്വത്തിനറിയാം. കെപിസിസി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നിലപാടുകൾ സംസ്ഥാന കോൺഗ്രസിലും മുന്നണിയിലും വലിയ ചർച്ചയായി. നേതാക്കൾക്കൊപ്പമുള്ള നിലപാട് വ്യക്തമാക്കി അണികൾ കൂടി എത്തിയതോടെ സമരാഗ്നിയെപ്പോലും നെഗറ്റീവായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. ശേഷം മൈക്കിൽ സമരാഗ്നി അങ്ങനെ തുടങ്ങി മന്ത്രിമാരടക്കം വിഷയം ഏറ്റെടുത്തതോടെ കോൺഗ്രസ് പാർട്ടി ഒന്നാകെ വെട്ടിലുമായി. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.